ഹലോ സ്റ്റുഡൻസ്. അപ്പം നമ്മൾ ടെലിവിഷൻ എഞ്ചിനീയറിംഗ് ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ടെലിവിഷൻ എഞ്ചിനീയറിംഗിൽ നമ്മൾ ഇതുവരെ 4 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് യൂട്യൂബ് പോർട്ടലിൽ. അപ്പോൾ ആ 4 വീഡിയോ വെച്ചിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് ഡിസ്കഷനാണ് ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏതൊക്കെയാണ് 4 മൊഡ്യൂള് അല്ലെങ്കിൽ 4 വീഡിയോസിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് എക്സ്പ്ലെയിൻ ചെയ്തതെന്ന് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞു വാട്ട് ഈസ് ടി വിൻ്റെ കുറേ ഫണ്ടമെൻ്റൽ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അതുപോലെ എന്താണ് വിഡിക്കോൺ ക്യാമറ ട്യൂബ്, ഇതാണ് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞത്. അടുത്ത വീഡിയോയിൽ നമ്മൾ എന്താണ് സ്കാനിങ് എന്ന് പറഞ്ഞു. സോ സ്കാനിങ്ങിന്റെ ടൈപ്സ് പറഞ്ഞു. എന്താണ് വെർട്ടിക്കൽ സ്കാനിങ്, ഹൊറിസോണ്ടൽ സ്കാനിങ്, ഇന്റർലേസ്ഡ് സ്കാനിങ്, എന്താണ് ഫ്ലിക്കർ, ഇങ്ങനെ കുറേ പാരാമീറ്റേഴ്സ് ആയിരുന്നു നമ്മൾ സെക്കൻഡ് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തത്. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് ടി വി പാരാമീറ്റേഴ്സ് ആയിരുന്നു. എന്താണ് ബാൻഡ് വിഡ്ത്ത്, എങ്ങനെയാണ് ബാൻഡ് വിഡ്ത്ത് കണ്ടുപിടിക്കുന്നത്, എന്താണ് വെസ്റ്റിജിയൽ സൈഡ് ബാൻഡ്, എന്താണ് ആസ്പെക്ട് റേഷ്യോ, ഇങ്ങനത്തെ കുറേ പാരാമീറ്റേഴ്സ് ആയിരുന്നു നമ്മൾ മൂന്നാമത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തത്. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് കോമ്പോസിറ്റ് വീഡിയോ സിഗ്നൽ ആയിരുന്നു. കോമ്പോസിറ്റ് വീഡിയോ സിഗ്നൽ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, കോമ്പോസിറ്റ് വീഡിയോ സിഗ്നലിൽ ഏതൊക്കെ സിഗ്നൽസ് പ്രസന്റ് ആണ്, എങ്ങനെയാണ് നമ്മൾ ഓരോ പാരാമീറ്റേഴ്സിനെയും ഡിഫൈൻ ചെയ്യുന്നത്, ഈ കാര്യങ്ങളായിരുന്നു നമ്മൾ കോമ്പോസിറ്റ് വീഡിയോ സിഗ്നൽ പറഞ്ഞത്. അപ്പോൾ ഈ 4 വീഡിയോ റെഫർ ചെയ്തിട്ട് നമ്മൾ ഇതിലെ മാത്രം ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു സെഷനാണ് ഇന്ന് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ മെത്തേഡ് എന്ന് പറയുന്നത് ഈ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ ഏറ്റവും കംഫർട്ടബിൾ നമുക്ക് പവർ പോയിന്റ് പ്രസന്റേഷൻ അല്ലെങ്കിൽ ഒരു PDF ആയിരിക്കും. അപ്പോൾ നമുക്ക് ആ മെത്തേഡിലൂടെ ക്വസ്റ്റ്യൻസ് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഒരു 24 ക്വസ്റ്റ്യൻസിന്റെ സൊല്യൂഷനാണ്. 24 ക്വസ്റ്റ്യൻസ് പറയും, അതിന്റെ ഓപ്ഷൻസ് പറയും, അതിന്റെ കറക്റ്റ് ആൻസർ എന്താന്ന് പറയും. ഈ രീതിയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് ദ TV ഫ്രെയിം ഫ്രീക്വൻസി ഓഫ് CCIRB സ്റ്റാൻഡേർഡ് ഈസ്. സോ നമുക്ക് തന്നെ ഓൾറെഡി അറിയാം CCIRB എന്നുള്ളൊരു സ്റ്റാൻഡേർഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ടെലിവിഷനിൽ, മോണോക്രോം ടെലിവിഷൻ ഇന്ത്യൻ സിസ്റ്റത്തിൽ. അതിൽ യൂസ് ചെയ്യുന്ന ഫ്രെയിം ഫ്രീക്വൻസി എന്താണെന്നാണ്. അപ്പം ഓപ്ഷൻസ് നോക്കാം. 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. A 50 ഹെർട്സ്, B 15625 ഹെർട്സ്, C എന്ന് പറയുന്നത് 3 മെഗാഹെർട്സ്, D എന്ന് പറയുന്നത് 25 ഹെർട്സ്. സോ നമ്മൾ ഈ ഫ്രീക്വൻസീസ് ഒക്കെ നമുക്ക് ഫെമിലിയർ ആണ് അല്ലേ. ഇതിൽ 25 ഹെർട്സ് ആണ് ആൻസർ വരിക. കാരണം എന്താണെന്ന് വെച്ചാൽ ഫ്രെയിം ഫ്രീക്വൻസി ചോദിച്ചത്. ഇപ്പം നമ്മൾ ഇന്ത്യൻ സിസ്റ്റത്തിൽ 25 ഫ്രെയിംസ് ആണ് യൂസ് ചെയ്യുന്നത്. സോ അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 25 ഹെർട്സ് ആയിരിക്കും. അപ്പോൾ അത് ഒരിക്കലും 15625 എന്ന് എഴുതരുത്. 15625 എന്ന് പറഞ്ഞാൽ ടോട്ടലാണ്. 625 × 625 ആണ് 15625 വരെ. അപ്പോൾ ആൻസർ എത്രയാണ്? 25 ഹെർട്സ്. ഇത് ചോദിച്ചിരിക്കുന്ന ലെക്ചർ ഇൻ ഇലക്ട്രോണിക്സ് പോളിടെക്നിക്കിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കുക. ദ വെസ്റ്റിജിയൽ സൈഡ് ബാൻഡ് ഈസ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഇൻ. നമ്മൾ തന്നെ അനലോഗ് കമ്മ്യൂണിക്കേഷനൊക്കെ പഠിച്ച സമയത്ത് തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് വെസ്റ്റിജിയൽ സൈഡ് ബാൻഡിൻ്റെ മെയിൻ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? ടെലിവിഷൻ ട്രാൻസ്മിഷന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? വെസ്റ്റിജിയൽ സൈഡ് ബാൻഡ്, VSB. സോ നിങ്ങൾ നോക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ തേർഡ് ക്വസ്റ്റ്യനിൽ വാട്ട് ഈസ് എ ടൈപ്പ് ഓഫ് കളർ ട്രാൻസ്മിഷൻ യൂസ്ഡ് ഇൻ ഇന്ത്യ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ഇത് ചോദിച്ചിരിക്കുന്നത് ജൂനിയർ ഇൻസ്ട്രക്ടർ MRTV, ടെലികമ്മ്യൂണിക്കേഷൻ പോലീസ്, ഈ 2 PSCക്കാണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് എ ടൈപ്പ് ഓഫ് കളർ ട്രാൻസ്മിഷൻ യൂസ്ഡ് ഇൻ ഇന്ത്യ? സോ ഇന്ത്യയിൽ ജനറലി യൂസ് ചെയ്യുന്ന കളർ ട്രാൻസ്മിഷൻ PAL ആണ്. ഫേസ് ഓൾട്ടർനേഷൻ ബൈ ലൈൻ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം, PAL. സോ NTSC എന്നുള്ളൊരു നിങ്ങൾക്ക് കാണാം. NTSC ജനറലി യൂസ് ചെയ്യുന്ന US സ്റ്റാൻഡേർഡാണ്. US സ്റ്റാൻഡേർഡിലാണ് NTSC യൂസ് ചെയ്യുന്നത്. സോ ഇത് റിപ്പീറ്റഡായി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഫേസ് ഓൾട്ടർനേഷൻ ബൈ ലൈൻ, അതാണ് PALൻ്റെ ഫുൾ ഫോം. സോ നമ്മൾ തേർഡ് ക്വസ്റ്റ്യൻ പറഞ്ഞു. ഫോർത്ത് ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കുക. ഫോർത്ത് ക്വസ്റ്റ്യനിൽ ദ ഹൊറിസോണ്ടൽ സ്കാനിങ് ഫ്രീക്വൻസി ഓഫ് 625 ലൈൻ സിസ്റ്റം ചോദിച്ചിരിക്കുന്ന എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റ് PWD. ദ ഹൊറിസോണ്ടൽ സ്കാനിങ് ഫ്രീക്വൻസി ഓഫ് 625 ലൈൻ TV സിസ്റ്റം. ഇതെന്തായിരിക്കും ഇതിൻ്റെ ഉത്തരം? നമുക്കറിയാം 625 ലൈനാണ്, 25 ഫ്രെയിംസ് ആണ്. സോ 625 × 25 എത്ര വരും? 15625. ഇതാണ് ഉത്തരം, D. സോ ഇതിൻ്റെ ഉത്തരം D ആണ്. ഹൊറിസോണ്ടൽ സ്കാനിങ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞത് 15625 ഹെർട്സ് ആണ്. ഓക്കെ, 4ാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കുക. ഇൻ ടെലിവിഷൻ 4:3 റെപ്രസെൻറ്റ്. 4 ഓപ്ഷൻ: ഇൻ്റർലേസ്ഡ് റേഷ്യോ, ആസ്പെക്ട് റേഷ്യോ, മാക്സിമം ഹൊറിസോണ്ടൽ റിഫ്ലക്ഷൻ ആൻഡ് റേഷ്യോ ഓഫ് 2 ഡയഗണൽസ്. നമുക്ക് തന്നെ അറിയാമല്ലോ 4:3 എന്ന് പറയുന്നത് ജനറലി ആസ്പെക്ട് റേഷ്യോ ആണ്. 4 എന്ന് പറയുന്നത് അതിൻ്റെ വിഡ്ത്തും, 3 എന്ന് പറയുന്നത് അതിൻ്റെ ഹൈറ്റും ആണ്. ഇതാണ് ആസ്പെക്ട് റേഷ്യോ അല്ലേ.
നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ദ മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് ഇൻ്റർലേസർ സ്കാനിങ്. ഇൻ്റർലേസർ സ്കാനിങ് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. ഹൊറിസോണ്ടൽ സ്കാനിങ്ങും വെർട്ടിക്കൽ സ്കാനിങ്ങിനും ശേഷം നമ്മൾ ഇൻ്റർലേസർ സ്കാനിങ് പറഞ്ഞിരുന്നു. എന്തായിരുന്നു ഇൻ്റർലേസർ സ്കാനിങ്? ഇൻ്റർലേസർ സ്കാനിങ്ങിൽ നമ്മൾ ഫ്രെയിംസിൻ്റെ എണ്ണം കൂട്ടും, ഓടും ഈവനുമായിട്ട്. അതെന്തിനായിരുന്നു യൂസ് ചെയ്യുന്നത് വെച്ചാൽ മെയിൻ ഹൊറിസോണ്ടൽ സ്കാനിങ്ങിലെ മെയിൻ ഡിസഡ്വാൻറ്റേജായ ഫ്ലിക്കറിങ് ഒഴിവാക്കാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഇൻ്റർലേസർ സ്കാനിങ് യൂസ് ചെയ്യുന്നത്. സോ ഇത് ക്ലിയർ ആണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 7ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കുക. 7ാമത്തെ ക്വസ്റ്റ്യനിൽ പറയുന്നത് ഇൻ PAL കളർ സിസ്റ്റം വാട്ട് ഈസ് ദി ഫ്രീക്വൻസി ഓഫ് സബ് കാരിയർ? സോ ഫേസ് ഓൾട്ടർനേഷൻ ലൈൻ എന്നുള്ള സിസ്റ്റത്തിൽ കളർ സബ് കാരിയറിൻ്റെ ഫ്രീക്വൻസി എത്രയാണ്? അപ്പോൾ നമുക്ക് തന്നെ അറിയാം, PAL കളർ സിസ്റ്റം ആണെങ്കിൽ നമ്മൾ വെസ്റ്റീജിയൽ സൈഡ് ബാൻഡ് പ്രകാരം 7 മെഗാഹെർട്സ് യൂസ് ചെയ്യുന്നത്. ഈ 7 മെഗാഹെർട്സിൽ 5.5 മെഗാഹെർട്സ് അപ്പർ സൈഡ് ബാൻഡായിട്ട് ആക്ട് ചെയ്യും. ഈ 5.5 മെഗാഹെർട്സിൽ 4.43 മെഗാഹെർട്സ് ആണ് ജനറലി എന്തിന് റിസർവ് ചെയ്തിരിക്കുന്നത്? കളർ സബ് കാരിയറിൽ. അപ്പോൾ ഈ 7ാമത്തേൻ്റെ ഉത്തരം എന്തായിരിക്കും? 4.43 മെഗാഹെർട്സ്. 8ാമത്തെ ക്വസ്റ്റ്യൻ, ദ ചാനൽ ബാൻഡ് വിഡ്ത്ത് ഇൻ TV ആസ് പെർ CCIR സിസ്റ്റം. എന്താണ് ചാനൽ ബാൻഡ് വിഡ്ത്ത് വരിക? CCIR സിസ്റ്റം വെച്ചിട്ട് ചാനൽ ബാൻഡ് വിഡ്ത്ത് നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്മൾ വെസ്റ്റീജിയൽ സൈഡ് ബാൻഡാണ് യൂസ് ചെയ്യുക. സോ വെസ്റ്റീജിയൽ സൈഡ് ബാൻഡ് പ്രകാരം മൊത്തം ചാനൽ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് എത്രയാണ്? 7 മെഗാഹെർട്സ് ആണ്. അപ്പോൾ ഈ 8th വണ്ണിൻ്റെ ഉത്തരം എന്താണ്? 7 മെഗാഹെർട്സ് ആണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ. 9th ക്വസ്റ്റ്യൻ കുറച്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇൻ ടെലിവിഷൻ സിസ്റ്റം ദർ ആർ 480 ലൈൻസ് പെർ ഫ്രെയിംസ് ആൻഡ് 50 ഫ്രെയിംസ് പെർ സെക്കൻഡ്. അസ്യൂമിങ് നോ ഇൻ്റർലേസിംഗ്, ദ ടൈം ടേക്കൺ ഫോർ സ്കാനിങ് 1 ഹൊറിസോണ്ടൽ ലൈൻ ഈസ് അപ്രോക്സിമേറ്റ്ലി. സോ നമുക്ക് തന്നിരിക്കുന്ന പാരാമീറ്റർ 480 ലൈൻ തന്നിട്ടുണ്ട്, 50 ഫ്രെയിംസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞത് എന്താണ്? അതിൻ്റെ ടൈമാണ്. സോ നമുക്കിവിടെ ഫ്രീക്വൻസി കണ്ടുപിടിച്ചൂടെ? ഇവിടുത്തെ ഫ്രീക്വൻസി എന്താ വരിക? ജനറലി ഫ്രീക്വൻസി നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഫ്രീക്വൻസി വിൽ ബി ഇക്വാലൻ ടു 50 × 480. 50 × 480 അല്ലേ? 50 ഫ്രെയിംസും 480 ലൈൻസും ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഫ്രീക്വൻസി 50 × 480. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ T വരിക? T നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ T വിൽ ബി 1/f അല്ലേ? ഇതിൻ്റെ 1/f അല്ലേ T വരിക? അപ്പോൾ ഇതിൻ്റെ ഉത്തരം എക്സാക്ട്ലി എന്തായിരിക്കും? അപ്പോൾ നമുക്കിവിടെ ഏകദേശം 50 × 480 എന്ന് പറയുമ്പോൾ നമുക്ക് 24,300 എന്നുള്ളൊരു വാല്യൂ കിട്ടും. അപ്പോൾ ഇതിൻ്റെ 1/24300 അതായിരിക്കും അതിൻ്റെ ഉത്തരം. സോ ആൻസർ വിൽ ബി 42 മൈക്രോ സെക്കൻഡ്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് 2 പാരാമീറ്റേഴ്സ് തന്നിട്ടുണ്ട്. അതൊന്ന് ഫ്രീക്വൻസി കണ്ടുപിടിക്കുക, ആ ഫ്രീക്വൻസിൻ്റെ 1/, വെച്ചിട്ട് അതിൻ്റെ ടൈം കണ്ടുപിടിക്കുക. 42 മൈക്രോ സെക്കൻഡാണ് അതിൻ്റെ ഉത്തരം. ഓക്കെ. 10th ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി വേവ് ഫോം ഷേപ്പ് ഓഫ് കറണ്ട് ത്രൂ ദ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ കോയിൽ? നമുക്ക് ഓൾറെഡി അറിയാലോ, ഇതിൻ്റെ ഏത് കോയിലായാലും അതിൻ്റെ വേവ് ഫോം എന്തായിരിക്കും? സോ ടൂത്ത് ആയിരിക്കും. ദ ഡ്യൂറേഷൻ ഓഫ് വെർട്ടിക്കൽ ബ്ലാങ്കിങ് പൾസീസ്. സോ നമ്മൾ വെർട്ടിക്കൽ ബ്ലാങ്കിങ് പൾസ് പഠിച്ചിട്ടുണ്ട്. എന്താണ് വെർട്ടിക്കൽ ബ്ലാങ്കിങ് പൾസ്? ഈ വെർട്ടിക്കൽ ബ്ലാങ്കിങ് പൾസ് വെച്ചിട്ടാണ് നമ്മൾ ഈക്വലൈസേഷൻ ചെയ്യുന്നത്. സോ ഈക്വലൈസേഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്, അപ്പോൾ ഇതിൻ്റെ വെർട്ടിക്കൽ ബ്ലാങ്കിങ് പൾസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? വെർട്ടിക്കൽ ഫ്രീക്വൻസി ആകുമ്പോൾ 64 മൈക്രോ സെക്കൻഡാണ് വെർട്ടിക്കൽ ഫ്രീക്വൻസി. സോ 64 മൈക്രോ സെക്കൻഡ് ഇൻറ്റു എന്ത് വരും? നമ്മൾ 20 ലൈൻ സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത്, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 64 മൈക്രോ സെക്കൻഡ് ഇൻറ്റു 20 ആണ് ഡ്യൂറേഷൻ ഓഫ് വെർട്ടിക്കൽ ബ്ലാങ്കിങ് പൾസ്. അത് എത്രയും ഉത്തരം വരിക? 1.28 മില്ലി സെക്കൻഡാണ് ഉത്തരം. ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഓപ്ഷനിൽ ചിലപ്പോൾ 1.28 മൈക്രോ സെക്കൻഡ് ഉണ്ടാവും, 1.28 മില്ലി സെക്കൻഡ് ഉണ്ടാവും. കറക്റ്റ് ഉത്തരം ഏതായിരിക്കും? 1.28 മില്ലി സെക്കൻഡ്. ഓക്കെ. അടുത്ത് 12ാമത്തെ ക്വസ്റ്റ്യൻ, ദ TV ബ്രോഡ്കാസ്റ്റിംഗ് സിസ്റ്റം ഇൻ ഇന്ത്യ ആസ് പെർ CCIR എന്നുള്ള മോണോക്രോം സിസ്റ്റമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൽ ഏത് സ്റ്റാൻഡേർഡാണ്, ഏത് സിസ്റ്റമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? നമ്മൾ ഓൾറെഡി പറഞ്ഞുള്ളതാണ്. സിസ്റ്റം B വിൽ ബി ദി ആൻസർ. സിസ്റ്റം B ആയിരിക്കും അതിൻ്റെ ഉത്തരം വരിക. ഓക്കെ. നെക്സ്റ്റ് 13ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കുക. 13ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുകയാണെങ്കിൽ 13ാമത്തെ ക്വസ്റ്റ്യനിൽ പറയുന്ന കാര്യം, ദ പ്രോസസ് വെർ ആൻ ഇലക്ട്രോൺ ബീം മൂവ്സ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ആൻഡ് ടോപ്പ് ടു ബോട്ടം ഓൺ എ ടെലിവിഷൻ സ്ക്രീൻ ഈസ് നോൺ ആസ്. The process where an electron beam moves left to right and top to bottom on a television screen is known as. നമുക്കെന്നെ അറിയാലോ, ലെഫ്റ്റ് ടു റൈറ്റും
ടോപ്പ് ടു ബോട്ടം, ഒന്ന് ഹൊറിസോണ്ടൽ സ്കാനിങ്ങും ഒന്ന് വെർട്ടിക്കൽ സ്കാനിങ്ങും. അപ്പോൾ ഈ വേർഡ് ജനറലി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്തിനാണ്? സ്കാനിങ് ആയിരിക്കും എൻ്റെ ഉത്തരം വരിക. 13. 14 നിങ്ങൾ നോക്കുക. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബ്ലാക്ക് ലെവൽ ആൻഡ് ബ്ലാങ്കിങ് ലെവൽ ഈസ് നോൺ ആസ്. എന്താണ് ബ്ലാക്ക് ലെവൽ, എന്താണ് ബ്ലാങ്കിങ് ലെവൽ? ബ്ലാക്ക് ലെവൽ എന്നുള്ളത് ജനറലി 72, നമ്മുടെ കോമ്പോസിറ്റ് വീഡിയോ സിഗ്നലിൽ 72 എന്നുള്ള പോയിൻ്റാണ് ബ്ലാക്ക് ലെവൽ. ബ്ലാങ്കിങ് ലെവൽ എന്ന് പറയുന്നത് 75. സോ 75 - 72 ആയിരിക്കും അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇതിന് നമ്മൾ ജനറലി പറയുന്ന പേരാണ് പെഡസ്റ്റൽ. ഇതിൽ കൺഫ്യൂഷൻ ആവുന്നില്ല. ബാക്കിയൊക്കെ നിങ്ങൾ ബാക്കി ഓപ്ഷൻസ് ഒക്കെ നോക്കിയാൽ തന്നെ നിങ്ങൾക്കറിയാം. ഒന്ന് കോൺട്രാസ്റ്റ്, ഒന്ന് ബ്രൈറ്റ്നസ്, ഒന്ന് ലൂമിനൻസ് ഒക്കെയാണ്. അതൊക്കെ കളറായിട്ട് ടെലിവിഷൻ സ്റ്റാൻഡേർഡായിട്ട് റിലേറ്റ് ചെയ്താണ്. പെഡസ്റ്റൽ മാത്രമാണ് കോമ്പോസിറ്റ് വീഡിയോ സിഗ്നലായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന വേർഡ്. ഓക്കെ, 15ാമത്തെ ക്വസ്റ്റ്യൻ, ജൂനിയർ ഇൻസ്ട്രക്ടർ MRTV. ദ പൾസ് വിച്ച് മേക്ക് റീട്രേസസ് ആർ ഇൻവിസിബിൾ. കോമ്പോസിറ്റ് വീഡിയോ സിഗ്നലിൽ റീട്രേസ് സിഗ്നലിനെ ഇൻവിസിബിൾ ആക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? ദീസ് ആർ കോൾഡ് ബ്ലാങ്കിങ് പൾസസ്. യെസ്. അടുത്തതാണ്, ഇൻ US NTSC സിസ്റ്റം ദ സൗണ്ട് കാരിയർ ഫ്രീക്വൻസി ഈസ്. എല്ലാവരും ശ്രദ്ധിക്കുക, ഇന്ത്യൻ സിസ്റ്റമായ PAL സൗണ്ട് കാരിയർ ഫ്രീക്വൻസി വിൽ പ്രസൻറ്റ് ആഫ്റ്റർ 5.5 MHz നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ NTSC ആണെങ്കിൽ ഇറ്റ് വിൽ ബി, ഇതിൻ്റെ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ 4.5 MHz എബോവ് ദി പിക്ചർ കാരിയർ, 4.5 MHz ബിലോ ദി പിക്ചർ കാരിയർ, 1.5 MHz എബോവ് ദി പിക്ചർ കാരിയർ, 1.5 MHz ബിലോ ദി പിക്ചർ കാരിയർ. ഇതിൽ ഏതായിരിക്കും ഉത്തരം വരിക? ഇന്ത്യൻ സിസ്റ്റം ആണെങ്കിൽ 5.5, US സിസ്റ്റം ആണെങ്കിൽ 4.5. സോ ആൻസർ വിൽ ബി 4.5 MHz എബവ് ദി പിക്ചർ കാരിയർ. ഇതാണ് ഇതിൻ്റെ ഉത്തരം. ഓക്കെ, ഇനി നിങ്ങൾ നോക്കുക 17ാമത്തെ ക്വസ്റ്റ്യൻ. ദ ഓഡിയോ സിഗ്നൽ ഇൻ TV ട്രാൻസ്മിഷൻ ഈസ്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഒരു ടെലിവിഷൻ ട്രാൻസ്മിഷനിൽ പിക്ചറിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ നമ്മൾ AM-ഉം സൗണ്ടിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ നമ്മൾ FM ആണ് യൂസ് ചെയ്യുക. കാരണം FM എന്നുള്ളത് നോയ്സ് ഫ്രീ ആയതുകൊണ്ട് ഇതിൻ്റെ ഉത്തരം BFM ആണ് ഇതിൻ്റെ ഉത്തരം. ഓക്കെ, നമ്മൾ 17 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. 18ാമത്തെ ക്വസ്റ്റ്യൻ, ദ വെർട്ടിക്കൽ സിങ്കർണൈസേഷൻ പൾസസ് ഓഫ് TV ഒക്കർ. എങ്ങനെയാണ് വെർട്ടിക്കൽ സിങ്കർണൈസേഷൻ ഒക്കർ ചെയ്യുക? വളരെ ക്ലിയർ ആണ്. വെർട്ടിക്കൽ സിങ്കർണൈസേഷൻ ജനറലി ഒക്കർ ചെയ്യുന്നത് ഈച്ച് ഫീൽഡിലാണ് ഒക്കർ ചെയ്യുന്നത്? വെർട്ടിക്കൽ സിങ്കർണൈസേഷൻ ഒക്കർ ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ ഉത്തരം. 18B ആണ് ഉത്തരം വരിക. 19 നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ആസ്പെക്ട് റേഷ്യോ ഓഫ് ഇന്ത്യൻ TV സിസ്റ്റം അല്ലേ? ഇത് ടെലികമ്മ്യൂണിക്കേഷൻ പോലീസിൽ വെച്ച് ക്വസ്റ്റ്യൻ ആണ്. 4:3. ദ സെപ്പറേഷൻ ഓഫ് സൗണ്ട് പിക്ചർ കാരിയർ ഇൻ എ TV സിസ്റ്റം. എല്ലാവരും ശ്രദ്ധിക്കുക, ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതും ടെലികമ്മ്യൂണിക്കേഷനിൽ വെച്ച ക്വസ്റ്റ്യൻ ആണ്. ദ സെപ്പറേഷൻ ഓഫ് സൗണ്ട് ആൻഡ് പിക്ചർ കാരിയർ ഇൻ എ TV സിസ്റ്റം ഇറ്റ് വിൽ ബി 5.5 MHz. അതാണ് ഇതിന് ഉത്തരം കേട്ടോ. സെപ്പറേഷൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ദ ഈക്വലൈസിങ് പൾസ് ഇൻ TV ഈസ് സെൻറ്റ് ഡ്യൂറിങ്. നമുക്ക് ഓൾറെഡി അറിയാലോ എന്തിനാണ് ഈക്വലൈസേഷൻ പൾസ് കോമ്പോസിറ്റ് വീഡിയോ സിഗ്നൽ യൂസ് ചെയ്യുന്നതാണ്. അത് എപ്പോഴാണ് സെൻഡ് ചെയ്യുന്നത്? അറ്റ് ദി ടൈം ഓഫ് വെർട്ടിക്കൽ ബ്ലാങ്കിങ്, റൈറ്റ്. അപ്പോൾ 21ൻ്റെ ആൻസർ B ആണ്. 22 നിങ്ങൾ നോക്കുക. ദ മാക്സിമം ഡെഫിനിഷൻ ഇൻ എ TV പിക്ചർ ഡിപ്പെൻസ് ഓൺ. ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് നമ്പർ ഓഫ് സ്കാനിങ് ലൈൻ, ബാൻഡ് വിഡ്ത്ത് ഓഫ് ട്രാൻസ്മിഷൻ ചാനൽ, ആസ്പെക്ട് റേഷ്യോ, ബോത്ത് A ആൻഡ് B. നമ്മൾ തന്നെ പഠിച്ചിട്ടുണ്ട് 2 പാരാമീറ്ററിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് മാക്സിമം ഡെഫിനേഷൻ ഇരിക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ 4 ഓപ്ഷൻസ് നോക്കിയാലേ നിങ്ങൾക്ക് അതിൻ്റെ കറക്റ്റ് ഉത്തരം കിട്ടുള്ളൂ. ഒരേ സമയം മാക്സിമം ഡെഫിനേഷൻ നമ്പർ ഓഫ് സ്കാനിങ് ലൈൻസിനെയും ബാൻഡ് വിഡ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ Aയും Bയും കറക്റ്റാണ്. സോ ഉത്തരം എന്താ വരിക? ബോത്ത് A ആൻഡ് B. ആൻസർ D ആ വരിക. നെക്സ്റ്റ് 23rd ക്വസ്റ്റ്യൻ. 23ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പറയുന്നത് ഇൻ കൊമേഴ്ഷ്യൽ TV ട്രാൻസ്മിഷൻ ഇൻ ഇന്ത്യ പിക്ചർ ആൻഡ് സ്പീച്ച് സിഗ്നൽസ് ആർ മോഡുലേറ്റഡ് റെസ്പെക്റ്റീവ്ലി ആസ്. HSST ഇലക്ട്രോണിക്സിൽ വെച്ച ക്വസ്റ്റ്യൻ ആണ്. കൊമേഴ്ഷ്യൽ TV ട്രാൻസ്മിഷന് പിക്ചറും സ്പീച്ച് സിഗ്നലിനെയും മോഡുലേറ്റ് ചെയ്യാൻ എങ്ങനെയാണെന്നാണ് ചോദിച്ചത് അല്ലേ? നമുക്കെന്നെ അറിയാലോ, നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു പിക്ചറിന് വേണ്ടി AM-ഉം ഓഡിയോയ്ക്ക് വേണ്ടി FM ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഓപ്ഷൻ A നോക്കുക, പിക്ചർ ആൻഡ് സ്പീച്ച് ആസ് VSP. VSP എന്ന് പറഞ്ഞാൽ വെസ്റ്റീജിയൽ സൈഡ് ബാൻഡ്. AM-ൻ്റെ ഒരു സബ് ക്ലാസിഫിക്കേഷനാണ് വെസ്റ്റീജിയൽ സൈഡ് ബാൻഡ്. വെസ്റ്റീജിയൽ സൈഡ് ബാൻഡ് AM തന്നെയാണ് പിക്ചറിനും സ്പീച്ചിനും യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ ഈ ഓപ്ഷൻ തെറ്റാണ്. പിക്ചർ ആസ് VSP ആൻഡ് സ്പീച്ച് ആസ് SSM. SSM എന്നുള്ള സ്കീമേ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ബിയും തെറ്റാണ്. പിക്ചർ ആസ് VSP, സ്പീച്ച് ആസ് FM. ഇതല്ല കറക്റ്റ് ആൻസർ വരിക.
പിക്ചറായിട്ട് വെസ്റ്റിജിയൽ സൈഡ് ബാൻഡും സ്പീച്ച് ഓഡിയോ ആയിട്ട് ഫ്രീക്വൻസി മോഡുലേഷനാണ് യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ ഡി നോക്കുക, പിക്ചർ ആസ് FM ആൻഡ് സ്പീച്ച് ആസ് VSP. നേരെ തിരിച്ചെഴുതിയിരിക്കുന്നു. സോ 23rd ക്വസ്റ്റ്യൻ്റെ ഉത്തരം സി ആണ്, ഓപ്ഷൻ സി. റൈറ്റ്. സോ നിങ്ങൾ നോക്കുക അടുത്ത ക്വസ്റ്റ്യൻ, 24ാമത്തെ ക്വസ്റ്റ്യൻ. ദ കോമ്പണൻ്റ് ഓഫ് കോമ്പോസിറ്റ് വീഡിയോ സിഗ്നൽസ് ആർ. ഒരു കോമ്പോസിറ്റ് വീഡിയോ സിഗ്നലിൽ എന്തൊക്കെ പാരാമീറ്റർ ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. സോ ദ കോമ്പണൻ്റ് ഓഫ് കോമ്പോസിറ്റ് വീഡിയോ സിഗ്നൽസ് ആർ ഓപ്ഷൻ എ ക്യാമറ സിഗ്നൽ, ഓപ്ഷൻ ബി ബ്ലാങ്കിങ് പൾസസ്, ഓപ്ഷൻ സി സിങ്ക് പൾസസ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബോവ്. അപ്പോൾ ഈ 3 സിഗ്നലും നമ്മൾ ഒരേ സമയം കോമ്പോസിറ്റ് വീഡിയോ സിഗ്നൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ ഉത്തരം എന്തായിരിക്കും? ഇതിൻ്റെ ഉത്തരം സിങ്ക് പൾസസ്, ഓൾ ഓഫ് ദി എബോവ് ആയിരിക്കും ഉത്തരം ഡി. റൈറ്റ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞു. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ഓക്കെ.